സ്നേഹ മഞ്ഞുമൽ ബോയ്സ് ഇന്നാണ് കണ്ടത്. നീണ്ട 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം എന്നിട്ട് തിയേറ്ററിൽ ആളുണ്ടായിരുന്നില്ലേ? പിന്നെ ഫുൾ ഹൗസ്ഫുൾ. മഞ്ജുമല്ലി ബോയ്സിന് കേരളത്തിലെ മഞ്ജുമല്ലി ബോയ്സിന് കേരളത്തിലെ ആളില്ല എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ മലയാളി ചേച്ചിനോടാണ് മലപ്പുറത്ത് വന്ന ഫുൾ ഹൗസ് ആണ് ഇവിടെ. ഞങ്ങള് മഞ്ജുമൽ ബോയ്സ് ഞങ്ങള് മഞ്ജുമൽ ബോയ്സ് കണ്ടിട്ടുണ്ട്, മഞ്ജുമല്ലി ബോയ്സ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മലപ്പുറത്ത് ഇപ്പോഴും ഫുൾ ഹൗസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്റെ വക ടിക്കറ്റും ബിരിയാണിയും മേടിച്ചു, ഞാൻ ടിക്കറ്റും ഒരു ബിരിയാണിയും മേടിച്ചെന്ന് ഫുൾ ഹൗസും കാണിച്ചെന്ന് വിടാം. ഓക്കെ. ഇതിനിടയില് എനിക്ക് ഇതിന് ഇഷ്ടമായി. ഹൗ വാസ് ദ മൂവി? അടിപൊളി. ഞാൻ എന്റെ റിവ്യൂ എന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇഷ്ടപ്പെടുക. ഇതിനിടയിൽ സ്നേഹം റൈറ്റർ ജയമോഹൻ എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തി മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ചും മലയാളികളെ കുറിച്ചിട്ടും ഈ സിനിമ കണ്ടതിന് ശേഷം അയാൾക്ക് എന്തോ കുരു പൊട്ടിയിട്ടുണ്ട്. അയാൾ എഴുതിയത് വായിക്കട്ടെ. മഞ്ജുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നേടിയ വൻ വിജയത്തിന് പിന്നാലെ മലയാള സിനിമയെയും മലയാളികളെയും അധിക്ഷേപിച്ച പ്രശസ്ത തമിഴ് മലയാളം എഴുത്തുകാരനും സിനിമാ തിരക്കഥാകൃത്തുമായ ജയമോഹൻ. മഞ്ഞുമൽ ബോയ്സ് കുടികാര പൊറുക്കികളിൻ കൂത്താട്ടം, കുടിച്ചു കൂത്താടുന്ന തെണ്ടികൾ എന്ന തലക്കെട്ടിൽ മാർച്ച് കണ്ടു 9 പ്രസിദ്ധീകരിച്ച ബ്ലോഗിലൂടെയാണ് ഈ ജയമോഹൻ സിനിമയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നത്. സൗണ്ട് പോലെ എനിക്ക് കുറച്ച് തൊണ്ടവേദന ഉണ്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ വിമർശിച്ചുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നതെങ്കിലും പിന്നീട് അങ്ങോട്ട് മലയാളികളെയും മലയാള സിനിമയെയും അടച്ചാക്ഷേപിക്കുന്ന വിധത്തിലാണ് ജയമോഹന്റെ പരാമർശങ്ങൾ. മഞ്ഞുമൽ ബോയ്സ് തന്നെ അലോസരപ്പെടുത്തിയ സിനിമയാണെന്നും മറ്റു പല മലയാള സിനിമകളെ പോലെ ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുന്ന ചിത്രമാണിതെന്നും ജയമോഹൻ തന്റെ ബ്ലോഗിൽ പറഞ്ഞു. മദ്യപാനാസക്തിയെയും വ്യഭിചാരത്തെയും സാമാന്യവൽക്കരിക്കുന്ന സിനിമകൾ എടുക്കുന്ന സംവിധായകർക്കെതിരെ സർക്കാർ നടപടി എടുക്കണമെന്നും ജയമോഹൻ ആവശ്യപ്പെടുന്നു. മഞ്ഞുമൽ ബോയ്സ് തന്നെ സംബന്ധിച്ച് അലോസരപ്പെടുത്തുന്ന ചിത്രമായിരുന്നു. കാരണം അത് കാണിക്കുന്നത് കെട്ടുകഥയല്ല. ദക്ഷിണേന്ത്യയിലുടനീളമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന കേരളത്തിലെ വിനോദസഞ്ചാരികൾ ഇതേ മനസ്ഥിതിയാണ് പങ്കിടുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാത്രമല്ല കാടുകളിലും അവരെത്താറുണ്ട്. മദ്യപിക്കാനും ഓക്കാനിക്കാനും ഛർദ്ദിക്കാനും കടന്നു കയറാനും വീഴാനും ഒക്കെ മാത്രം വേണ്ടിയാണത്. മറ്റൊന്നിലും അവർക്ക് താല്പര്യമില്ല. സാമാന്യ ബോധമോ സാമൂഹിക ബോധമോ അവർക്ക് തൊട്ടു തീണ്ടിയിട്ടില്ല. ഊട്ടിയിലും കൊടൈക്കനാലിലും കുറ്റാലത്തുമൊക്കെ മലയാളികളായ മദ്യപാനികൾ പൊതുനിരത്തിൽ മോശമായി പെരുമാറുന്ന ഞാൻ കുറഞ്ഞത് 10 തവണയെങ്കിലും കണ്ടിട്ടുണ്ട്. അവരുടെ വാഹനങ്ങളുടെ ഇരുവശങ്ങളിലും ഛർദിലായിരിക്കും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കുടിച്ച ശേഷം കുപ്പി വലിച്ചെറിഞ്ഞു കൂട്ടിക്കും. സംശയമുണ്ടെങ്കിൽ ചെങ്കോട്ട കുറ്റാലം റോഡോ കൂടല്ലൂർ ഊട്ടി റോഡോ പരിശോധിക്കുക. വഴിനീളെ പൊട്ടിയതും പൊട്ടാത്തതുമായ കുപ്പികൾ കാണാം. അത് അവർ അഭിമാനത്തോടെ സിനിമയിൽ കാണിക്കുകയും ചെയ്യുന്നു. അവരുമായി ഞങ്ങൾ പലതവണ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ വാഗമൺ പുൽമേട്ടിൽ ഞങ്ങളോടൊപ്പം വന്ന മദ്രാസ് ഹൈക്കോടതിയിലെ അഭിഭാഷകനെ സെന്തിൽകുമാർ അവർ എറിഞ്ഞ കുപ്പികൾ പെറുക്കി നീക്കിയിരുന്നു, ജയമോഹൻ പറഞ്ഞു. ഓരോ വർഷവും കുറഞ്ഞത് 20 ആനകളെങ്കിലും ഈ കുപ്പിച്ചിലുകൾ മൂലം കാല് വ്രണപ്പെട്ട് ചരിക്കുന്നുണ്ട്. അതിനെ അപലപിച്ച് ഞാൻ എഴുതിയ ആനവൈദ്യൻ മലയാളത്തിൽ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു. എന്നാൽ ഈ സിനിമയുടെ സംവിധായകൻ ഇത് വായിച്ചിരിക്കാൻ സാധ്യതയില്ല. ഈ സിനിമയിൽ തമിഴ്നാട് പോലീസ് അവരോട് പെരുമാറുന്ന രീതിയും യാഥാർത്ഥ്യമാണ്. അടിയല്ലാതെ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. കേരളത്തിൽ കല്യാണത്തിന് പോകുന്നത് ഒരു പരീക്ഷണമായി മാറിയിരിക്കുന്നു. ഏത് കല്യാണത്തിലും ഈ മദ്യപ സംഘങ്ങൾ ബഹളമുണ്ടാക്കുന്നു. പന്തലിൽ തന്നെ ഛർദ്ദിക്കുന്നവരും കുറവല്ല. വിവാഹ ചടങ്ങിൽ വരൻ തന്നെ ഛർദ്ദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ജയമോഹൻ പറഞ്ഞു. മയക്കുമരുന്നിന് അടിമകളായി എറണാകുളത്തെ ഒരു ചെറു സംഘമാണ് മലയാള സിനിമയുടെ കേന്ദ്ര ബിന്ദുവെന്നും ജയമോഹൻ ആരോപിക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളത്തും മലയാളത്തിലെ മുൻനിര താരങ്ങൾ പോലും മയക്കുമരുന്ന് കേസിൽ കുടുങ്ങുന്നത് പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ടെന്ന് ജയമോഹൻ കുറിച്ചു. ഇവരാണ് മലയാള സമൂഹത്തെ ലഹരിക്ക് അടിമകളാക്കുന്നത്. 10 വർഷം മുമ്പ് കിളി പോയി, ഒഴിവുനേരത്തെ കളി, വെടിക്കെട്ട്, ജല്ലിക്കെട്ട് തുടങ്ങിയ ചെറു സിനിമകൾ കേരളത്തിൽ ഇറങ്ങി ലഹരിയും മയക്കുമരുന്നും വേശ്യാവൃത്തി സാമാന്യവൽക്കരിച്ചിരുന്നു. അവ ഇൻപുട്ട് ഇല്ലാത്ത വ്യാജ ചിത്രങ്ങളാണ്. ഇവയെ പ്രകൃതിദത്ത കലാസൃഷ്ടികളായി ബുദ്ധിജീവികൾ ആഘോഷിച്ചു. കേരളത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുണ്ടെങ്കിൽ ഈ സിനിമാക്കാർക്കെതിരെ നേരിട്ട് നടപടിയെടുക്കണം. തമിഴ്നാട്ടിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട സിനിമകൾ ആഘോഷിക്കുന്നവരെ ഞാൻ തെമ്മാടികളോ നീചന്മാരോ ആയി കണക്കാക്കും. വാണിജ്യ സിനിമ ഒരു കലയല്ല. പരിശീലനമോ കലാപരമായ അറിവോ ഇല്ലാത്ത വലിയ ജനക്കൂട്ടത്തോട് ഇത് നേരിട്ട് സംസാരിക്കുന്നു. അതിനൊരിക്കലും കലാസ്വാതന്ത്ര്യം നൽകരുത്. ആ ദാരിദ്ര്യം ഭൗതികമായ ഒരു ചെറുത്തുനിൽപ്പും നടത്താൻ കഴിയാത്ത സാധാരണക്കാരായ ജനസമൂഹത്തെ അത് പതിപ്പിക്കും. മദ്യപിച്ചും കലഹിച്ചും കലാപമുണ്ടാക്കിയും ഛർദ്ദിച്ചും സാധാരണക്കാരനെ അസ്ഥിരപ്പെടുത്തിയും കേരള സിനിമ ഇന്നും സന്തോഷത്തോടെയാണ് കാണിക്കുന്നത്. മദ്യപിക്കാതെ സന്തോഷത്തോടെ സംസാരിക്കുന്ന 4 പേരെ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടോ? സിനിമയിലൂടെ ഇതിനെല്ലാം സാമൂഹിക സ്വീകാര്യത പതിയെ സൃഷ്ടിക്കപ്പെടുകയാണ്. സാധാരണക്കാരനെ രക്ഷിക്കുന്നത് തമിഴ് നായകനാണ് ഇന്നത്തെ മലയാള സിനിമയുടെ ഹീറോ എന്ന് ജയമോഹൻ പറഞ്ഞു. മലയാളികളെയും മലയാള സിനിമയെ അധിക്ഷേപിക്കുന്നതിനൊപ്പം
കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയെ കുറിച്ച് ജയമോഹൻ തന്റെ ബ്ലോഗിൽ വിമർശിക്കുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ് ഈ ബോഷ്കുകളെ സാധാരണക്കാരന്റെ ആഘോഷമായി ചിത്രീകരിച്ച് ന്യായീകരിക്കുക മാത്രമല്ല അവരെ ഉയർത്തുകയും ചെയ്യുന്നു. ചിത്രത്തിനൊടുവിൽ അവരിൽ ഒരാൾക്ക് ദേശീയ അവാർഡ് ലഭിച്ചുവെന്ന വാർത്തയാണ് കാണിക്കുന്നത്. നിയമപ്രകാരം അവരെ ജയിലിൽ അടയ്ക്കണമെന്ന് ജയമോഹൻ പറഞ്ഞു. ഇതാണ് ജയമോഹൻസ് തോട്ട് ആഫ്റ്റർ വാച്ചിങ് മഞ്ഞുമൽ ബോയ്സ്. ആക്ച്വലി ഇങ്ങനെ പറഞ്ഞ ലഹരിയുടെ ഉപയോഗം അല്ലെ സിനിമയിൽ കാണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മോഡറേറ്റ് ആയിട്ട് കാണിച്ചു പോകാന്ന് പറഞ്ഞാൽ റിയൽ ലൈഫോ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ ഈ ലഹരി എന്ന് പറഞ്ഞ സാധനം സർക്കാർ തന്നെ പ്രൊമോട്ട് ചെയ്ത് ഇവിടെ മദ്യം വിൽക്കുന്നുണ്ട്. അതെ, എവിടെ ആ സിനിമ ഉണ്ടെന്നാലും എവിടെ കറക്റ്റ് കുപ്പി വെച്ച് കുടിക്കുന്ന ഭയങ്കര. ഞാൻ പറയുന്നത് ഇയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സിനിമകളിൽ ഇയാളിപ്പോ ഈ കേസിൽ പൊതുവേ സിനിമകളുടെ ഒരു കാര്യം എടുത്ത് നോക്കുന്ന സമയത്ത് ഓവറായിട്ട് മാസ് കാണിക്കാൻ സിഗരറ്റ് വലിക്കുക, അങ്ങനെ മദ്യവും ലഹരിയും ഓവറായിട്ട് ഒരു സിനിമയിൽ കുത്തിക്കയറ്റുന്നതിനോട് എനിക്കും താല്പര്യമില്ല. പക്ഷെ വാട്ട് എ മൂവി ഡിമാൻഡ്സ്, മഞ്ഞുമൽ ബോയ്സിൽ അത്രേ ഉള്ളൂ. ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെ അതിൽ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഇതൊരു റിയൽ ഇൻസിഡന്റ് ആണ്. ഈ റിയൽ ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ പോയ വ്യക്തികൾ ചിലപ്പോൾ രണ്ടെണ്ണം അടിച്ചിട്ടാവും പോയത്. അത് അവരുടെ സ്റ്റോറിന്ന് ഇവർക്ക് മനസ്സിലായ കാര്യമായിരിക്കും. അതാണ് സിനിമയിൽ അവർ കാണിക്കും ചെയ്യുന്നത്. പിന്നെ അവർ ഉദ്ദേശത്തിലുണ്ടാവുള്ളൂ. ഒരു 8-10 പേര് കൂടുമ്പോൾ അതിൽ 1-2 പേര് എന്തായാലും കുടിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നവരും ഉണ്ടാവുമല്ലോ. അതില്ലാതെ കറക്റ്റ് പ്യൂർ ആയിട്ടുള്ള സത്യസന്ധമാരായ ആൾക്കാരെ കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. വെജിറ്റേറിയൻസ് ആവോ മോനെ. അപ്പൊ പിന്നെ എന്താണെങ്കിലും ഇയാൾ പറഞ്ഞ ആ ഒരു ആസ്പെക്ട് അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ ഇങ്ങനെ എല്ലാ സിനിമയിലും ഈ ഇരുന്നിട്ട് ഇതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ആവാം. ഞാനും നോക്കാറുണ്ട്, ചില പൊളിറ്റിക്കലി കറക്റ്റ് ആണോ, ഡബിൾ മീനിങ് വരാറുണ്ടോ, ഓവറായിട്ട് ലഹരിയുടെ. അപ്പൊ ചില സിനിമയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊത്തേനറ്റ് ഞാൻ പറഞ്ഞത് പന്തം കത്തിക്കണ മാതിരി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മാസ് കാണിക്കാൻ. ചില സിനിമകളിൽ ഇതൊരു എന്താ പറയാ അയ്യേ എന്ന് നമുക്ക് തോന്നിയാലും ചില സിനിമകളിൽ ഇത് കാണിക്കുമ്പോൾ നമുക്ക് അത്ര അവരത് സ്ട്രെസ് ചെയ്ത് അതിനുവേണ്ടി കാണിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ല. അതെ, അതെ. പക്ഷെ ഇയാൾ ഈ പറഞ്ഞ വേറൊരു സാധനം, ഈ മലയാളികൾ മൊത്തത്തില് എന്ത് കുടിച്ചു കൂത്താടി ഫോറസ്റ്റിലും അതേപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ച് തമിഴ്നാടൊക്കെ പോകുന്ന മലയാളികൾ ഇങ്ങനെ ചെയ്യുന്നവരാണെന്ന് പറയുമ്പോ താൻ ഏത് കാലഘട്ടത്തിലെ കഥയെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇയാള് എണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 പേരെ ആയിട്ടെങ്കിലും അയാള് കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അല്ല, ആ കുപ്പീന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും മലയാളികൾ എറിഞ്ഞ കുപ്പിയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ടാവും. അല്ല, ഞാൻ പറയാം, ജയമോഹൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ എന്താ പറയാ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ ടൂർ പോകുന്ന വഴിക്ക് മലയാളികളുമായിട്ട് ടൂർ പോകുന്ന മലയാളി സംഘത്തിനായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല. നിങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറയാം, പഴയ ഒരു 10-15 ഒരു 10 കൊല്ലം മുമ്പ് അല്ലെ 10-15 കൊല്ലം മുമ്പൊക്കെ മലയാളികൾ ഇപ്പൊ നമ്മുടെ കേട്ടന്മാര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ കേട്ടന്മാരും മാമന്മാരും തന്നെ ടൂറൊക്കെ പോകുന്ന സമയത്ത് അലമ്പായിരുന്നു. ഇല്ല ഞാൻ പറയുന്നില്ല, അലമ്പായിരുന്നു. സ്കൂൾ കുട്ടികളായിരുന്നു. പക്ഷെ അതിലും അലമ്പായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന തമിഴന്മാര്. അല്ല, അങ്ങനെ തന്നെ എനിക്ക് പറയാനുള്ളത് അല്ലെ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരും കർണാടകയിൽ നിന്ന് വരുന്നവരൊക്കെ അതിലും അലമ്പായിരുന്നു. ഇപ്പോഴും ശബരിമലയ്ക്കൊക്കെ വരുന്ന മാലിട്ട് വരുന്ന സ്വാമിമാര് തമിഴന്മാരാണെങ്കിലും കർണാടകക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയില്ലായ്മയാണ്. കണ്ട സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയും വലിച്ചെറിഞ്ഞു. ഈവൺ ഈ പറഞ്ഞ ദൈവത്തിനെ കാണാൻ പോകുമ്പോൾ ദൈവ സന്നിധാനത്ത് പോലും വൃത്തികേടാക്കി പോകുന്ന ടീംസ് ഉണ്ട്. സോ അതൊരു എന്താ പറയാ മലയാളി, തമിഴൻ, കർണാടകക്കാരൻ എന്ന് പറഞ്ഞ് തിരിച്ചത് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വർത്താനം കൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. മനസ്സിലായ? ശരിക്കും ഇതൊക്കെ ഒരു മനുഷ്യന്റെ പ്രശ്നമാണ്, അല്ലാതെ ഒരു മലയാളിയുടെ പ്രശ്നം, ഒരു തമിഴിന്റെ പ്രശ്നം, ഒരു കർണാടകക്കാരന്റെ പ്രശ്നം. നിങ്ങൾക്ക് ഇനി ഇത് മലയാളിയുടെ തലയിൽ അടിച്ച് ഏൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതേ ടേംസിലാണല്ലോ നമ്മൾ തിരിച്ചു കൊടുക്കാൻ. അതുകൊണ്ടാണ് ആ ടേംസിൽ പറഞ്ഞത്. പൊതുവേ മലയാളികൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും കിടക്കുന്ന കണ്ടാൽ അടക്കം എടുത്തിട്ട് വേസ്റ്റ് കുപ്പയിലിടുന്ന ആൾക്കാരാണ് ഇപ്പൊ നമ്മൾ. ഞാൻ പറഞ്ഞു, ഒരു ജനറേഷൻ പിന്നിൽ ചിലപ്പോൾ 1-2 ജനറേഷൻ പിന്നിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. അത് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ് അല്ലെ. അതിനൊരു മാറ്റം വരുന്ന, കുറച്ച് മാറ്റം വരാതെ കണ്ടിട്ടുള്ളത് ഇപ്പോഴും ഞാൻ തമിഴ്നാട്ടിലാണ്. അല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ഇഷ്ടപ്പെടണ അല്ല, മലയാളികൾ പറഞ്ഞ നല്ല രീതിയിൽ ചോര തുടയ്ക്കും. മനസ്സിലായോ? അത് ഇനി എത്ര പ്രശസ്തനാണെന്ന് പറഞ്ഞിട്ട് ഒന്നുമല്ല, വരട്ട് കോംപ്ലക്സ്, വേറെ സീനൊന്നും അല്ല, വേറെ ഒന്നുമല്ല. ഒരു സിനിമ ഹിറ്റ് ആയപ്പോഴത്തേക്ക് മഞ്ഞുമൽ ബോയ്സ് വേണ്ടി മഞ്ഞുമൽ ഗേൾസ് ആക്കുവോ, ഈ സിനിമയിൽ ഫുള്ള് ലഹരിയാണ്, ഈ സിനിമ റിയൽ ആണോ, ഇങ്ങനൊക്കെ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നവന്മാർക്ക് ഒരു സിനിമ ഹിറ്റ് ആയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇളകി വരും.
പിന്നെന്താ അറിയാ, എന്തായിരുന്നു അവസ്ഥ? അതെ, അയ്യോ ഒരാള് പോലും പറയില്ല ഇതിനെ കുറിച്ച്. അതെ, ആര് പറയും അല്ല അതും പോട്ടെ, ഇതൊക്കെ എന്താ പറഞ്ഞാ പക്ക അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. ഇത് എന്തായാലും സിനിമ ഹിറ്റായി. കൂട്ടത്തിൽ ഞാനൊരു എഴുത്തുകാരനാണേ, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടേ, അല്ല ഉണ്ടെങ്കിൽ നല്ല കാര്യം. ആനയുടെ കാലിൽ കുപ്പിച്ചില് കുത്തുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. കാരണം ചെയ്യുന്നുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ മലയാളികൾ കൊണ്ടുപോയിടുന്ന കുപ്പി കാലുമ്മ കുത്തി. തമിഴ്നാട്ടിലാണ് ഈ റോട്ടുമക്കത്തൊക്കെ മറ്റേ ടാസ്മാക്ക് തുറന്നു വെച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇവിടുന്ന് ബീവറേജിൽ ക്യൂ നിന്നിട്ടാണ് ആൾക്കാർ സാധനം വാങ്ങുന്നത്. അവിടെയൊക്കെ വെട്ടിക്കട മാതിരി തുറന്നു വെച്ചിരിക്കുകയാണ്. അടിച്ച് കൂത്താടി കുമ്പിട്ട് നടക്കുകയാണ് അവിടെയൊക്കെ. പിന്നെ തമിഴ് സിനിമയിലെ ലഹരിയുടെ ഉപയോഗത്തിനെ കുറിച്ചിട്ട് വായിൽ മറ്റേ പേപ്പർ തിരികിയിരിക്കുകയായിരുന്നു മഹാനായ എഴുത്തുകാരൻ. യാത്ര സിനിമകള് ഏറ്റവും ഹിറ്റായ സിനിമ LC യൂണിവേഴ്സ് മൊത്തം ലോകേഷ് കനകരാജ് എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തം അതാണ് ലഹരി 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 ലഹരി. ലഹരിക്കെതിരെയാണ് നമ്മുടെ കമൽഹാസൻ പോരാണ്ടത് സിനിമയില്. എന്നിട്ട് വരെ ഇവിടെ കിടന്നിട്ട് ഇന്നിപ്പോ മഞ്ഞുമൽ ബോയ്സിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. മഞ്ജുമൽ ബോയ്സിനെ കുറിച്ച് കുറ്റം പറയാൻ ഇഷ്ടമില്ലല്ലേ? പറ്റൂല. എനിക്ക് മഞ്ഞുമൽ ബോയ്സിന്റെ കേസിനേക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ അതേമാതിരി മലയാളത്തിലെ എന്താ കൊച്ചി ബെൽറ്റ്, ലഹരിക്കടിമയായ കൊച്ചി ബെൽറ്റ് എന്നൊക്കെയാണ്. കൊച്ചി ബെൽറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. തമിഴിൽ എന്താ ബെൽറ്റ് ഇല്ലേ? മറ്റേ ഇത് കയറ് കെട്ടിയാണോ ചെന്നൈ? അതും പറയുന്നില്ല. എന്നാൽ ഇങ്ങനെ കുറെ വേട്ടാവളിയന്മാരുണ്ട് ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ട്. നല്ല കടിയും നല്ല ചൊറിച്ചിലാണ് ഒരു പടം ഹിറ്റാവുമ്പോ. അതിനിപ്പോ ആടുജീവിതം ഇറങ്ങുമ്പോഴും കുറെ എണ്ണം വരും. പൃഥ്വിരാജ് ആടാണോ ഇതിനൊക്കെ ചോദിച്ചിട്ട്. ഇങ്ങനെയുള്ള വിവരദോഷികളോടൊന്നും പറയാനില്ല. ഇതൊക്കെ വരട്ട് കോംപ്ലക്സ് എന്നല്ലാതെ പ്രത്യേകിച്ച് ഇതിന് വേറെ മൂടില്ല. അല്ല, നമുക്ക് കിട്ടുന്നല്ലോ, ഓർക്കും കിട്ടും. ഞങ്ങൾക്ക് കിട്ടുന്നപ്പോ ഓർക്കും കിട്ടുണ്ടാവും. ബുക്ക് വിൽക്കണ്ടടി ഇടയിൽ കൂടി ഒരു തല്ല, എന്റെ പ്രശസ്തമായ ബുക്ക്.